നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹോപ്പ് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. സത്യം പറഞ്ഞാൽ ഇന്ന് വ്ളോഗ് ചെയ്യാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് വന്നപ്പം നന്നായിട്ട് വിഷമപ്പോഴാണ് നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള ബോംബെ റെസ്റ്റോറൻറ്റിൽ ബോംബെ ഹോട്ടലിൽ പോകേണ്ടി വന്നത്. അവിടെ പോയപ്പം കുറേ ആയിട്ട് ചെയ്യണം എന്നൊക്കെ വെച്ചാണ്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് പേര് ചെയ്തതാണ് ബോംബെ ഹോട്ടൽ, അതുകൊണ്ട് ഒരു പുതുമ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് ഞാൻ അവിടെ പോയിട്ട് ചെറുതായിട്ട് അവിടുത്തെ ഫുഡുകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ്, കുട്ടി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറയുന്ന ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരു 1939 1939 ആസ് ഫാർ ആസ് മൈ നോളജ് ഇസ് ട്രൂ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഒരുപാട് വർഷം പഴക്കമുള്ള റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ 3rd ജനറേഷനാണ്. അതായത് കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാ ഒരാൾ ഒരു വീട് പോലെ തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ബോംബെ ഹോട്ടൽ. ഇന്നിപ്പം സെലിബ്രിറ്റീസൊക്കെ അറിയുന്ന വലിയൊരു ഹോട്ടലായിട്ട് മാറി. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബ്രാഞ്ചുകളില്ല. നിങ്ങൾക്ക് ബോംബെ ഹോട്ടലിലെ മട്ടൻ കട്ട്ലറ്റും മട്ടൻ ബിരിയാണിയും ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഒരു പുതിയൊരു ബ്രാഞ്ച് അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ബോംബെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് അവൈലബിൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ഇറ്റ്സ് എ വെരി സ്മോൾ എപ്പിസോഡ്. ലെറ്റ്സ് ഗോ ടു ബോംബെ ഹോട്ടൽ. ഒരു മഴയുള്ള ദിവസം കേരളത്തിൻ്റെ ഫുഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന കാലിക്കറ്റിലെ 50 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള ബോംബെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് തവണ ബോംബെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഒരു തവണ ഫുഡ് കഴിച്ചാൽ ഡെഫിനറ്റ്ലി 2ാം തവണ പോകും. പക്ഷേ പോസ്റ്റ് കോവിഡ് എങ്ങനെയാണ് അവരുടെ ഫുഡ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ബോംബെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി. എപ്പോൾ കയറി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇരുട്ടാണ് ബോംബെ ഹോട്ടലിൽ. എന്തായാലും ആദ്യം നമുക്ക് സ്നാക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. സ്നാക്സിനാണ് ബോംബെ ഹോട്ടലിൽ ഏറ്റവും ഫേമസ്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ കട്ട്ലേറ്റും കടുക്കും ട്രൈ ചെയ്യാം. കടുക്ക എന്ന് പറയുന്നത് കല്ലുമ്മക്കായ. 22 രൂപ വിലയുള്ള മട്ടൻ കട്ട്ലറ്റ്. ബോംബെ ഹോട്ടലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്നാക്കാണ് ഈ മട്ടൻ കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ. വൈകുന്നേരം ചായൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ മട്ടൻ കട്ട്ലറ്റാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഈ ഭാഗത്തൊക്കെ കല്ലുമ്മക്കായയ്ക്ക് കടുക്ക എന്നാണ് വരുന്നത്. ഇത് അരിക്കടുക്കേൻ്റെ ഒരു ഡിഷാണ്. 28 രൂപയാണ് ഇതിന്. പല സ്ഥലങ്ങളിലും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനൊരു അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ട്. 28 ദിവസത്തിന് താഴെ മാത്രം പ്രായമുള്ള യങ് ചിക്കനെയാണ് സ്പ്രിംഗ് ചിക്കൻ എന്ന് പറയുന്നത്. ബോംബെ ഹോട്ടൽ ആയിക്കോട്ടെ റഹ്മത്ത് ആയിക്കോട്ടെ സ്പ്രിംഗ് ചിക്കൻ ഭയങ്കര ഫേമസാണ് പണ്ട് മുതൽ. അപ്പോൾ ഞാൻ ആദ്യം സ്പ്രിംഗ് ചിക്കനും ഗീ റൈസും ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തു. സ്പ്രിംഗ് ചിക്കനിൽ നമ്മളെ നല്ല മുന്തിരിങ്ങി മണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അത് അത്ര അങ്ങോട്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്തില്ല. റഹ്മത്തിലെ സ്പ്രിംഗ് ചിക്കനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോരാ. എന്നാലും ഗീ റൈസ് നല്ലതായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചു ആദ്യം. പിന്നെ നൈസ് പത്തിരീൻ്റെ കൂടെ സ്പ്രിംഗ് ചിക്കൻ ട്രൈ ചെയ്തു. നൈസ് പത്തിരി സ്പ്രിംഗ് ചിക്കൻ നല്ല കോംബോ ആണെന്നാണ് കേൾക്കുന്നത്. നൈസ് പത്തിരി എന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള 7 രൂപ വിലയുള്ള ഒരു 5-10 നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഗ്രേവി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്പ്രിംഗ് ചിക്കൻ. പക്ഷേ ആ സ്പോട്ടിൽ കഴിച്ചപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാനത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തു. ഓവർ ഫുഡ് ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്തു. വീട്ടിലെത്തി പിറ്റേ ദിവസം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്പ്രിംഗ് ചിക്കൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് സ്പ്രിംഗ് ചിക്കൻ. നമുക്ക് കഴിക്കുമ്പം ഒരു പേടി ഉണ്ടാവില്ല. അത്ര ഇഞ്ചക്ഷൻ കുത്തിയിട്ടുള്ള ചിക്കൻ ആയിരിക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ചിക്കൻ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ബിരിയാണീൻ്റെ കൂടെ വെറുതെ കൂട്ടാം, ഗീ റൈസിൻ്റെ കൂടെ കൂട്ടാം, പത്രീൻ്റെ കൂടെ കൂട്ടാം. സ്പ്രിംഗ് ചിക്കൻ എന്ന് പറയുന്നത് ബോംബെ ഹോട്ടലിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ റേറ്റ് ചെയ്യുന്ന ഒരു ആവറേജ് ആണ്. പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് ബോംബെ ഹോട്ടലിലാണ് കാലിക്കറ്റിലെ ബെസ്റ്റ് മട്ടൻ ബിരിയാണി കിട്ടുന്നതെന്നുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. പക്ഷേ അന്ന് കോവിഡിന് ശേഷം മട്ടൻ ബിരിയാണി അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ ചിക്കൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. റൈസൊക്കെ നല്ലതാണ്, പക്ഷേ ചിക്കൻ ബിരിയാണി ഇതിനേക്കാളും ബെറ്റർ വേറെ സ്ഥലത്ത് കിട്ടും. ഒരു എബോവ് ആവറേജ് ചിക്കൻ ബിരിയാണി എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്കെന്തോ പേഴ്സണലി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഴപ്പമില്ല, കഴിക്കാം. കോവിഡിന് ശേഷം ബോംബെ ഹോട്ടലിൻ്റെ ടേസ്റ്റ് കുറഞ്ഞോ?